സുതാര്യത എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. നമ്മൾ ആഗ്രഹിച്ചതാണോ? എന്താണ് സുതാര്യതയുടെ പ്രശ്നം, അല്ലെങ്കിൽ സുതാര്യത വേണം എന്ന് ആരാണ് പറയുന്നത് എന്ന ചോദ്യം നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഗവൺമെന്റിന്റെ നടപടികളെല്ലാം സുതാര്യമായിരിക്കണം എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. ഇതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? യാതൊരു തരത്തിലുള്ള കാപട്യങ്ങളും ഉണ്ടാകാൻ പാടില്ല, എല്ലാം തുറന്ന് കാട്ടപ്പെടേണ്ടതുണ്ട് എന്ന വിചാരത്തിലാണ് നമ്മൾ ഈ സുതാര്യതയെ പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, സുതാര്യതയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സുതാര്യതയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഈ പവേഴ്സ് ദാറ്റ് ബി ആണ്, അധികാരമാണ്. അധികാരത്തിനാണ് സുതാര്യത ആവശ്യം. ഇപ്പൊ നമ്മൾ ആധാർ കാർഡ് വരുന്നു എന്ന് പറയുന്നത്, ആധാർ കാർഡ് സുതാര്യതയാണ്. നമ്മൾ എന്താണ് എന്നുള്ളത് ഏത് സമയത്തും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു അഭിജ്ഞാനമായി നമ്മൾ ചുരുക്കപ്പെടുന്നു എന്നുള്ളതാണ് ആധാർ കാർഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇത് എല്ലാ CCTV ക്യാമറകൾ വെക്കുന്നു. CCTV ക്യാമറകളല്ല, നമ്മൾ CCTV ക്യാമറകളെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ തന്നെ നമുക്കറിയാം, മിക്കവാറും ക്രൈം എല്ലാം കണ്ടുപിടിക്കുന്നത് CCTV ക്യാമറയിൽ പതിഞ്ഞ രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സന്തോഷകരമായ കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ലെന്ന് പറയാൻ പറ്റില്ല. അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിമിനലിസത്തിന് കൂട്ടുനിൽക്കുന്ന ആളായിട്ട് മാറും. ഞാൻ ഒരിക്കലും ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 25 വർഷം മുമ്പ് ഹോങ്കോങ്ങിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ആ യൂണിവേഴ്സിറ്റിയില് ലിഫ്റ്റില് 25 വർഷം മുമ്പാണെന്ന് ആലോചിക്കണം. 25 വർഷം മുമ്പ് യൂണിവേഴ്സിറ്റി ലിഫ്റ്റില് CCTV ക്യാമറ വെക്കാൻ തീരുമാനിച്ചു യൂണിവേഴ്സിറ്റി അധികാരികൾ. അതെന്തൊക്കെയോ ചെറിയ, അവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല, ഒരു സീറോ ക്രൈം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ളൊരു ഹോങ്കോങ് ഹോങ്കോങ് അന്ന്. ഇന്നത്തെ ഹോങ്കോങ് അല്ല. ഇന്നത്തെ ഹോങ്കോങ് വളരെ കലാപകലുഷിതമാണ്. ചൈനയുടെ ഇടപെടലുകളും ചൈന പ്രതിരോധവും ഒക്കെ ആയിട്ട് ചേർന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഹോങ്കോങ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷെ അന്ന് അപ്പൊ ഞാൻ ക്ലാസ്സിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കുട്ടികളോട് ഈ CCTV വെക്കണോ വേണ്ടയോ എന്നുള്ളത്, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ 60ഓളം കുട്ടികളുണ്ട്. BA പോലെയുള്ള BSc പോലെയുള്ള സ്റ്റുഡൻസ് ആണ്. 60ഓളം കുട്ടികളിൽ ഞാൻ ഒരു വോട്ടെടുപ്പ് പോലെ, റെഫറൻഡം പോലെ നടത്തി, CCTV വേണോ വേണ്ടയോ എന്നുള്ളത്. ഇതിനകത്ത് ഞാൻ യാതൊരു തരത്തിലുള്ള ഒരു ജഡ്ജ്മെന്റും കൊണ്ടുവരാൻ ആഗ്രഹിച്ച് അല്ല ഈ ഉദാഹരണം പറയുന്നതെന്നും കൂടി ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ നിരീക്ഷണങ്ങൾ യാഥാർത്ഥ്യവുമായി അല്ല നമ്മൾ ബന്ധപ്പെടുന്നത്, നമ്മുടെ അജണ്ടകളുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അജണ്ടകളുമായി ബന്ധപ്പെടുത്താതെ യാഥാർത്ഥ്യത്തെ കാണുക, ആ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ അജണ്ടകളെ പുനർപരിചിന്തനം ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം. അപ്പൊ ഇത് പരിമിതമായി, അതന്നെ ഇതൊരു യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഇടയിൽ നടത്തുന്നതാണ്. അതിന്റെ റിസൾട്ട് എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു. കാരണം വെച്ചാല് ഇതിനകത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ഇതില് ആൺകുട്ടികളിൽ ഏതാണ്ട് 95% പേരും CCTV വെക്കുന്നത് വേണ്ട എന്ന്, രാഷ്ട്രീയമായി ശരിയല്ല. പെൺകുട്ടികളിൽ 95% സുരക്ഷാപരമായ കാര്യങ്ങൾ കൊണ്ട് വെക്കുന്നത് ശരിയാണെന്ന്. ഇത് ആൺകുട്ടികളും പെൺകുട്ടികളും എന്നുള്ള വ്യത്യാസപ്പെടുത്തി ഞാൻ പറയുന്നില്ല. അവരുടെ ഓരോ, നമ്മളിപ്പോ ജെൻഡർ എന്ന് പറയുന്നത് ഒരു ജീവിതാനുഭവം കൂടിയാണല്ലോ, അല്ല ചരിത്രത്തിൽ കൂടിയല്ലേ ജെൻഡറായിട്ട് നമ്മൾ ഒരു മെയിലായിട്ടും ഫീമെയിലായിട്ടും ട്രാൻസ് ആയിട്ടും ആരായിട്ടാണെങ്കിലും നമ്മൾ ജീവിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ചരിത്രാനുഭവത്തിനുള്ളിലാണ്. അതിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ലിംഗത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല, നമ്മുടെ ജെൻഡറിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് അജണ്ടയുടെ ഭാഗമായിട്ടല്ല. അതായത് ഇങ്ങനെ സ്ത്രീകൾ ചിന്തിക്കേണ്ടതുണ്ടോ, പുരുഷന്മാർ ഇങ്ങനെയാണോ ചിന്തിക്കേണ്ടത് എന്നൊരു ജഡ്ജ്മെന്റിനല്ല. മറിച്ച് ഇത്തരത്തിലുള്ള കൺസേൺസ് നമുക്കുണ്ട്. ആ കൺസേൺസ് ആണ് നമ്മളെ പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് പറയാനാണ്. അത്തരത്തിലുള്ളൊരു പൊതുവിൽ ഈ CCTV പോലെയുള്ള കാര്യങ്ങളോട് അനുഭാവപൂർണമായ ഒരു നിലപാടുള്ള ഒരു സമൂഹമായി നമ്മൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് അതിനെ മാറ്റിയത്? അത് സുതാര്യതയെ കുറിച്ച് ഉള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടുകൊണ്ടാണ് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ സുതാര്യത എന്ന് പറയുന്ന അർത്ഥത്തിൽ ഒരു കവറ്റഡ് ആയിട്ടുള്ള, ചെറിഷ്ഡ് ആയിട്ടുള്ള, സാമൂഹികമായി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്ന തരത്തിലാണ് അത് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പൊ ഈ സുതാര്യതയുടെ മറുവശം എന്താണ്? സുതാര്യതയുടെ മറുവശം എന്ന് പറയുന്നത് നമ്മൾ സ്വകാര്യത പരിത്യജിക്കേണ്ടി വരുന്നു എന്നുള്ളത്. സുതാര്യതയും കൂടി ഒന്നിച്ചു പോകുന്നില്ല. സുതാര്യത എന്ന് പറയുന്നത് എത്രത്തോളം കൂടുതൽ ശക്തിയോടുകൂടി കൊണ്ടുവരുന്നുവോ അത്രത്തോളം ശക്തിയോടുകൂടി സ്വകാര്യത പിൻവാങ്ങേണ്ടതുണ്ട്. മുതലാളിത്തമാണെങ്കിൽ ഇതിനകത്ത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്വതന്ത്ര വ്യക്തി എന്നുള്ള നമ്മളെ രൂപപ്പെടുത്തുന്ന നവലിബറലിസം പ്രധാനമായി ചെയ്യുന്നതെന്ന് വെച്ചാൽ, സുതാര്യതയ്ക്ക് വേണ്ടി അവർ ചെയ്യുന്നത് കേവലമായി സുതാര്യത കൊണ്ടുവരികയല്ല, മറിച്ച് സ്വകാര്യതയെക്കുറിച്ചുള്ള നമ്മുടെ ആത്മസങ്കല്പങ്ങളെ പൊളിച്ചെഴുതാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളും മറ്റുള്ളവരോട് പറയുമ്പോൾ ഇഞ്ചിഞ്ചായി നമ്മൾ നമ്മുടെ സ്വകാര്യതാ സങ്കല്പത്തെയാണ് പരിത്യജിക്കുന്നത്.